എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ എത്തിക്കുന്നത് നമ്മുടെ ടീമിലുള്ള ബീന മാഡത്തിൻ്റെ വീട്ടിലേക്കാണ് എത്തിക്കുന്നത്. കാരണം നമുക്കൊരു അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളെ മാഡത്തിൻ്റെ അടുത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യേണ്ട ആവശ്യത്തിനെ പറ്റി സംസാരിച്ച സമയത്ത് മാഡം ഈ അവസരം ചെയ്ത് ബിസിനസ്സിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. അങ്ങനെ കടന്നു വന്ന സമയത്ത് നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഒരു ക്യാമ്പായിട്ട്, ഒരു വെൽനസ് ക്യാമ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം മകളൊക്കെ എന്നാൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങളെ പറ്റി കേൾക്കുകയും ആ ഉൽപ്പന്നങ്ങളെ ക്വാളിറ്റി മനസ്സിലാക്കുന്ന സമയത്ത് ഈ ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിക്കാൻ തയ്യാറായി. അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു ഗംഭീരമായിട്ട് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒരു പ്രചോദനമാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാക്കി ഈ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഉപയോഗിക്കാനായിട്ടൊരു പ്രചോദനമാകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കണം. നമുക്ക് ഒരുപാട് റിസൾട്ട് ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ട്. എല്ലാം നമുക്ക് കിട്ടാവുന്നതൊക്കെ നമ്മൾ ഇതേപോലെ വീഡിയോയ്ക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. തയ്യാറായ എല്ലാവരെ കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരും ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് അവരോട് വലിയ മാറ്റം ഉണ്ടാവട്ടെ എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ആയുഷിന്റെ പ്രീമിയം മാർക്ക് ക്വാളിറ്റി ഉള്ള എക്സ്പോർട്ടിങ്, അതായത് വിദേശ രാജ്യത്തേക്ക് വരെ കയറ്റുമതിയാവുന്ന അത്രയും ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് നമ്മുടെ എലമെന്റ്സ് എന്ന ബ്രാൻഡിൽ നമ്മൾ ഈ ഒരു MI മാർക്കറ്റിംഗ് ഗ്ലോബൽ എന്ന കമ്പനി. അപ്പോൾ എല്ലാ ഉൽപ്പന്നങ്ങളും ഹൈലി ക്വാളിറ്റി ബേസ്ഡ് ആയിട്ട് പ്രൊഡക്റ്റ് ആണ്, എല്ലാം റിസൾട്ട് ഓറിയന്റഡ് ഉൽപ്പന്നങ്ങളാണ്. ഏത് ഉൽപ്പന്നങ്ങൾ കൊടുത്താലും നമുക്ക് ഗംഭീരമായിട്ടുള്ള റിസൾട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നോക്കാം, എന്തുകൊണ്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിച്ചത്, അല്ലെങ്കിൽ മകൾക്ക് എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് ജസ്റ്റ് മാഡം ജസ്റ്റ് പറയും. ബാക്കിയുള്ള കാര്യങ്ങൾ ഉള്ള മകൾ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് ബീന രവീന്ദ്രൻ. ഞാൻ ഈ മൈ ലൈഫ് സ്റ്റൈൽ വർക്കിൽ ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷമായി. ആദ്യമായി എനിക്ക് ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തി തന്ന പ്രണവ് സാറിനും സുലേഖ മാഡത്തിനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോളുടെ കാര്യമാണ് പറയാനുള്ളത്. ഈ വെൽനസ് ക്യാമ്പ് നടത്തുന്ന സമയത്ത് അവളിവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അന്ന് അവളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് വളരെ ചെറിയൊരു കുഞ്ഞായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. 1.5 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഈ അവസരം അവൾ കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ അവൾക്ക് ഹൈപ്പർ തൈറോയിഡ് ആയിരുന്നു. ഒരുപാട് വിഷമിച്ച് ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സമയം. ആ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടി ഉള്ളത് കൊണ്ട് ചെയ്യാനും പറ്റില്ല. 2 വയസ്സിൽ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓപ്പറേഷൻ വരാനാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ സുമിത് സാറും പ്രണവ് സാറും സുരേഖ മാഡം പറഞ്ഞു 95 കൊടുക്കാൻ. തൽക്കാലം 95 കഴിക്കാം. തൈ ഹെൽത്ത് ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനെ കഴിക്കാനും പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ 95 അവൾക്ക് കൊടുത്തത്. 95 അവളൊരു 2 പാക്ക് കഴിച്ചിട്ട് 2 പാക്കറ്റ് അങ്ങനെ തന്നെ കഴിച്ചു. 2 എണ്ണം കഴിച്ചു. ആ 2 എണ്ണം കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോയി ഡോക്ടറെ അടുത്തേക്ക്. അപ്പോഴത്തേക്കും കുട്ടിക്ക് 2 വയസ്സായിരുന്നു. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓപ്പറേഷന് ഡേറ്റ് എടുക്കാൻ പോയതാണ് മോള്. അവിടെ ചെന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ വളരെ അത്ഭുതം എന്ന് തന്നെ പറയാം. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞു. അത് ഒരുപാട് സന്തോഷമായി അവൾക്ക്. അപ്പം തന്നെ അവൾ അവിടെ ചെന്ന് എന്നെ വിളിച്ചു. ഒരുപാട് സങ്കടവും സന്തോഷം എല്ലാം കൂടെ വന്നിട്ട്, അമ്മയെ ഓപ്പറേഷൻ വേണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് എടുക്കാൻ പോയതാണല്ലോ അതുകൊണ്ട്. പക്ഷേ ഇപ്പൊ തുടർന്ന് അവിടെ നിന്ന് പിന്നെയും ട്രീറ്റ്മെന്റ് മാസം പോയി എല്ലാ മാസം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൈ ഹെൽത്ത് വീണ്ടും 95 ഒരെണ്ണം കൂടി കഴിച്ചിട്ട് അവള് തൈ ഹെൽത്ത് ഒരു 4 എണ്ണം കഴിച്ചു. അത് കഴിച്ചു. അത് അവൾക്ക് തൈറോയിഡ് തന്നെയല്ല, അതിനോടനുബന്ധിച്ച് അവൾക്ക് യൂട്രസിന്റെ ഓവറിയുടെ പുറമെ അവൾക്ക് സിസ്റ്റും ഉണ്ടായിരുന്നു. അപ്പൊ അതിന് അവള് വുമൺ കമ്പാനിയനും കഴിച്ചിരുന്നു. സിസ്റ്റ് 0.9 ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് അന്ന് സർജറി സിസ്റ്റിന്റെ കഴിഞ്ഞാണ്. ഇവള് തൈ ഹെൽത്ത് 95 വുമൺ കമ്പാനി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയാണോ ഉണ്ടായിരുന്നത് അതേ ഉള്ളൂ ഇപ്പോഴും. ഇത്ര സമയമായിട്ടും ഒട്ടും വലുതായിട്ടില്ല. അത് പിന്നെ വന്നുകൊണ്ട് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു യോവറിൻ സിസ്റ്റം. അതും വലുതായിട്ടില്ല. അങ്ങനെ 2 ഗുണമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും അവൾ പോയി ടെസ്റ്റ് ചെയ്തു. ഒരു 4 ദിവസം മുമ്പ് അവൾ ടെസ്റ്റ് ചെയ്തു. അപ്പം ടെസ്റ്റ് ചെയ്തപ്പോഴും അതിശയകരമായിട്ട് തൈറോയിഡ് കുറഞ്ഞിരിക്കുന്നു. മരുന്നും അതുപോലെ തന്നെ ഡോസൊക്കെ കുറച്ചു. ഇനി ബാക്കി എൻ്റെ മോള് പറയും. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. ഇതിൽ വർക്ക് ചെയ്യുന്ന ബീന രവീന്ദ്രൻ്റെ മകളാണ് ഞാൻ. ഇവിടെ അമ്മ ഈ പ്രൊഡക്റ്റ് തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഞാനുണ്ട് ഇവിടെ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ അന്ന് സാറിനോട് തമാശ രീതിയിൽ സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ എനിക്കിത് മാറുന്നുള്ളത് എനിക്ക് അത്ര ഉറപ്പാണെന്ന് ഞാൻ ചോദിച്ചതാണ്. സാറേ എനിക്ക് സുരേഖാൻ്റെയും സാറും കൂടിയിട്ടാണ് ഞങ്ങൾക്ക് ഉറപ്പ് വന്നത് മാറുന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ആ പ്രൊഡക്റ്റ് കഴിച്ചു. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയതിന് ശേഷം തൈ ഹെൽത്ത് സ്റ്റാർട്ട് ചെയ്തു. തൈ ഹെൽത്ത് പക്ഷേ 4 ബോട്ടിലൂടെ കഴിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ 95 ആണ്. എനിക്ക് ഇഷ്ടം അത് തന്നെയാണ്, അത് കഴിക്കാൻ ഇഷ്ടം അത് തന്നെയാണ്. അപ്പോൾ 95 ആണ് ഞാൻ കഴിച്ചത്. 95 കഴിച്ച് ഒരു 2 ബോട്ടിൽ കഴിച്ച് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഓവേറിയൻ സിസ്റ്റും
അതിനനുസരിച്ച് വളർന്നിട്ടില്ല. കാരണം എനിക്ക് സർജറി ചെയ്യുന്ന സമയത്ത് 13 സെന്റിമീറ്റർ ആയിരുന്നു എൻ്റെ സിസ്റ്റർ ആയിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സർജറി ചെയ്ത്, സർജറി കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻ്റ് ആയി. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ സർജറി കഴിഞ്ഞ സമയത്ത് 0.5 ആയിരുന്നു. അത് ആ 0.5 ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സ്കാനിങ് കഴിഞ്ഞ് 95 കഴിച്ച് കഴിഞ്ഞ് 2 ബോട്ടിൽ കഴിഞ്ഞിട്ടും എൻ്റെ ഒവേറിയൻ സിസ്റ്റ് വളർന്നിട്ടില്ല, ഒട്ടും വളർന്നിട്ടില്ല. അത് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ തൈറോയിഡും, ഒന്നില്ലെങ്കിൽ തൈറോയിഡ് കൂടിക്കഴിഞ്ഞാൽ ഒവേറിയൻ സിസ്റ്റ് കൂടും. എനിക്കത് രണ്ടും അതൊരു ഇഷ്യൂ തന്നെയായിരുന്നു. അതുപോലെ ഈ പീരിയഡ്സ് ടൈമിലുള്ള വയറുവേദന പൂർണ്ണമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. വുമൺ കമ്പാനിയൻ ഞാൻ കഴിച്ചിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് പീരിയഡ്സിന്റെ വയറുവേദന നോർമലായി. ഇപ്പൊ ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഈ ഒവേറിയൻ സിസ്റ്റിന്റെ വേദനയില്ല. അത് കഴിഞ്ഞിപ്പോൾ ഒരു 6 മാസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് പിന്നീട് ഞാൻ വീണ്ടും പോയി തൈറോയിഡ് ടെസ്റ്റ് ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊരു 2 പാക്കറ്റ് 95 കഴിച്ചിട്ടാണ് പോയത്. ഹെൽത്തിന് ഗ്യാപ്പ് കൊടുത്ത് പിന്നെ 95 വീണ്ടും കഴിച്ചു. അതിനോടൊപ്പം തന്നെ വുമൺ കമ്പാനിയനും കഴിച്ചു. അതോടുകൂടെ അത് കഴിഞ്ഞ് ഇപ്പം 2 ദിവസം മുമ്പ് ഞാൻ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ഇത് തുടങ്ങുന്ന സമയത്ത്, എൻ്റെ മാരേജ് കഴിഞ്ഞ സമയത്ത് എനിക്ക് തൈറോയിഡ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് എനിക്ക് 1800 ആയിരുന്നു T3യുടെ വാല്യൂ ഉണ്ടായിരുന്നത്. ഇന്നത് എനിക്ക് 114 നോർമൽ. അത് വലിയൊരു റിസൾട്ട് തന്നെയാണ്. കാരണം ഡോക്ടർ എനിക്ക് സർജറി പറഞ്ഞ് സർജറി ചെയ്തേ പറ്റൂ, അല്ല പിന്നെ 2ാമത് പ്രഗ്നൻസി പാടില്ല, അങ്ങനെ കുറേ ഇഷ്യൂസ് ഇപ്പം എൻ്റെ ഹസ്ബൻഡിനോടായാലും പറഞ്ഞിരുന്നു. പിന്നെ ഒന്നില്ലെങ്കിൽ കുഞ്ഞിനുണ്ടാവും, അദ്ദേഹം സഹായിച്ച് കുഞ്ഞിനൊന്നും ഉണ്ടായില്ല. പക്ഷെ എൻ്റെ റിപ്പോർട്ട് T3യുടെയും T4ന്റെയും TSHന്റെയും വാല്യൂ അത്രയും, എനിക്ക് ഒന്നില്ലെങ്കിൽ T3 നോർമലായ T4 മാച്ച് ആവില്ല. അത് രണ്ടും ഇന്നും അങ്ങനെ പ്രശ്നം വന്നതിന് ശേഷം 6 മാസത്തിന് ശേഷം ഞാൻ ഈ 2 ബോട്ടിൽ, പിന്നെ മൊത്തം ഞാൻ 4 പാക്കറ്റ് 95 കഴിച്ചിട്ടുണ്ട്. 4 ബോട്ടിൽ തൈഹെൽത്ത് കഴിച്ചിട്ടുണ്ട്. വുമൺ കമ്പാനിയൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഞാൻ തീരുമ്പോൾ 5 കഴിക്കുന്നുണ്ട്. 95 എനിക്ക് അത്രയും റിസൾട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ്. ഇന്ന് 114 ആ പ്രൊഡക്റ്റ് എൻ്റെ റിസൾട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഇതായത് എനിക്ക് 95 ആണ്. അതിനെല്ലാവരും നമ്മളെ ഉൽപ്പന്നങ്ങൾ കഴിച്ചു തുടങ്ങിയ സമയത്ത് മുന്നേ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നുണ്ടായ പ്രശ്നങ്ങൾ പറയാൻ പറ്റും. ഞാൻ ഈ പ്രൊഡക്റ്റ് ഈ എലമെന്റ്സിന്റെയും ഈ പ്രൊഡക്റ്റുകൾ കഴിക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിരുന്ന സമയത്ത് ഞാൻ നിയോമാർക്കസോളാണ് കഴിച്ചിരുന്നത്. അത് 10 mg 20 mg അങ്ങനെ പല ഇതിൽ 25 അങ്ങനെ സാറ് ഞാൻ എന്നൊക്കെ ഹോസ്പിറ്റലിൽ പോയാലും ഓരോ മാസം ചെല്ലുമ്പോഴും എനിക്ക് ഇതിന്റെ അളവ് കൂടി വന്നിരുന്നത്. ഒട്ടും കുറയുന്നില്ല. എപ്പോഴും കരയുക, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ദേഷ്യപ്പെടുക. എനിക്ക് എൻ്റെ ഹോർമോണിൽ ഭയങ്കര വ്യത്യാസം വന്നിരുന്നു. അതൊന്നില്ലെങ്കിൽ എനിക്ക് വളരെ സങ്കടം വരിക, കൈ വിറയ്ക്കരുത്, അതൊക്കെ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. മുടി കൊഴിച്ചല്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യമാണ്. അപ്പൊ ആ സമയത്താണ് ഇപ്പൊ എൻ്റെ റിസൾട്ട് TSH എനിക്ക് 0.005 ആയിരുന്നു ആ ടൈമിൽ. അത്രയും ഒന്നില്ലെങ്കിൽ ആ ഒരു വാല്യൂ കുറഞ്ഞു പോയാൽ ഇവിടെ T3യുടെ വാല്യൂ എനിക്ക് 1800 മേലെയാണ് വന്നിരുന്നത്. ഇപ്പൊ ഈ പ്രൊഡക്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ റിസൾട്ട് സാറ് ഇതിന് ശേഷം ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും. ഞാൻ റിസൾട്ടിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് നോർമലിൽ നിൽക്കുന്നത്, നമുക്കിപ്പോൾ TSHന്റെ വാല്യൂ 0.27 to 4.2 ആണ്. എൻ്റെ റിസൾട്ട് ഇപ്പോൾ 0.621 ഉള്ളൂ. അതിനോടൊപ്പം തന്നെ T4ന്റെ വാല്യൂ വരുന്നത് 5.13 to 14.1 ആണ് എനിക്കിപ്പോൾ വാല്യൂ വേണ്ടത്. എൻ്റെ ഇപ്പോഴത്തെ കറക്റ്റ് വാല്യൂ 5.76 ഉള്ളൂ. പിന്നെ T3യുടെ വാല്യൂ വരുന്നത് 79 to 205 ആണ്. എനിക്കിപ്പോൾ നിൽക്കുന്ന വാല്യൂ 114.40 ആണ്. അങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പോൾ വാല്യൂ. കറക്റ്റ് വാല്യൂല് എല്ലാം കൊണ്ടും എന്തിനു വേണ്ടി ഇപ്പൊ ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള നല്ലൊരു റിസൾട്ടാണ് സാർ ഇതിന് ശേഷം താഴെ കൊടുക്കുന്നതായിരിക്കും. ഏറ്റവും നല്ലൊരു റിസൾട്ട് എൻ്റെ ലൈഫിൽ. ഞാൻ 6 വർഷം എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഈ 6 വർഷത്തിനിടയ്ക്ക് ഞാൻ എത്രണ്ടോ അനുഭവിച്ചിട്ടുണ്ടോ അതിന് ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കുന്നതാണ്. അങ്ങനെ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇതിനിടയിൽ എനിക്ക് അബോർഷനായിരുന്നു. അബോർഷനായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ സാർ പറഞ്ഞത് തൈറോയിഡ്. എനിക്ക് അബോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ കൂടി, തൈറോയിഡിന്റെ വാല്യൂ കൂടി. അപ്പോൾ ആ തൈറോയിഡ് അത് കൂടിക്കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇനി സെക്കൻഡ് പ്രഗ്നൻസി എടുക്കരുത്, അത് പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു ഡിപ്രഷൻ, ഒരു ചെറിയൊരു ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ പോയതാണ് ഞാൻ ആ സമയത്ത്. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ പിന്നെ എനിക്ക് രണ്ട് ഇതും കൂടെ 95 ഞാൻ തന്നത്. അതും കൂടെ കഴിച്ച് 6 മാസത്തിന് ശേഷം പോയി കഴിഞ്ഞപ്പോൾ കിട്ടിയ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ്. അതിനെല്ലാവർക്കും നന്ദിയുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഈ പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ട്. ആൾക്ക് ഈ യൂറിക് ആസിഡിന്റെ പ്രശ്നവും ഫാറ്റി ലിവറും ഒക്കെ ഉണ്ട്. ആളിപ്പോൾ മൊറോ ലൈഫ് കഴിക്കുന്നുണ്ട്.
മോറ ലൈഫ് കഴിച്ചിട്ട് ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആയിരുന്നു, അത് ഗ്രേഡ് ഹാഫിലേക്ക് ആയിട്ടുണ്ട്. ഞാനിനി കണ്ടിന്യൂസ് 95 ആണ് കഴിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മൊറ ലൈഫ് ഞാനിപ്പോ എന്നോട് അമ്മ പറഞ്ഞു അതും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ എനിക്ക് വണ്ണം ഉള്ളത് കൊണ്ട് എനിക്ക് വണ്ണം കൂടെ ഒന്ന് കുറച്ച് എനിക്കൊന്ന് മെലിയാൻ വേണ്ടിയിട്ടുള്ള അതും കൂടെ ആകുമ്പോൾ ഞാനിപ്പോൾ ജിമ്മിൽ പോകാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതിനൊപ്പം ഇതും കൂടെ കഴിച്ച് നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി റിസൾട്ട്. അപ്പൊ ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് തന്നെ ആൾ ഒരു വർക്കൗട്ടിനും പോകാണ്ട് തന്നെ ആളുടെ ഫാറ്റി ലിവറും ഈ ഫാറ്റി ലിവറിന്റെ ഗ്രേഡും മാറി, യൂറിക് ആസിഡിന്റെ ഇഷ്യൂസും മാറി, എല്ലാം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രൊഡക്റ്റുകളെല്ലാം യൂസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇതിന്റെ ബാക്കി എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ചാമ്പി തൈലം ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ടും ഉണ്ട്. ഇപ്പൊ പേസ്റ്റ് ആയാലും പേസ്റ്റ് തന്നെ എനിക്ക് എല്ലാം കൊണ്ടും ഈ പുളിപ്പും പല്ലുപുളിപ്പും എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഫാമിലിയിൽ ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഞാൻ കഴിക്കുന്നത് കണ്ട് എന്റെ റിസൾട്ട് ഇത്രയും പോസിറ്റീവായി കണ്ടിട്ട് എന്റെ ചേച്ചി വരെ ഇന്നലെ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മള് വന്ന് പറഞ്ഞ സമയത്ത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ ആവശ്യം അതായതുകൊണ്ട് നമ്മൾ ഉൾക്കൊണ്ടു കഴിക്കാൻ തയ്യാറായി. പക്ഷെ മറ്റുള്ളവർ ഈ ഉൽപ്പന്നങ്ങൾ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോ എന്നൊക്കെയുള്ള ചിന്താഗതി വെച്ചിട്ടാണ് പല ആൾക്കാരും നമ്മുടെ ഉൽപ്പന്നങ്ങൾ മേടിക്കാനായിട്ട് മുന്നോട്ട് വരാത്തത്. കാരണം ഇത് ആർക്കും ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ആയുഷിന്റെ A for ആയുർവേദ, Y for യോഗ, U for യുനാനി, S for സിദ്ധ, H for ഹോമിയോപ്പതി തുടങ്ങിയ ഭാരതത്തിലെ ചികിത്സയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് WHO നിർദ്ദേശിക്കുന്നത്, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന എല്ലാവിധ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഏറ്റവും ക്വാളിറ്റി നിർമ്മിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഫുഡ് സപ്ലിമെന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഭക്ഷണത്തിലൂടെ കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് തരുന്നതിന് സഹായിക്കുന്ന തരത്തിലാണ് ഈ ഉൽപ്പന്നങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു വ്യക്തിക്കും ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാവുന്ന പ്രൊഡക്റ്റാണ്. നമുക്ക് ഗുണമല്ലാതെ ദോഷം നമ്മളൊരു പ്രൊഡക്റ്റും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തിക്കും ദോഷം ചെയ്യുന്നില്ല, ഗുണമേ ഉണ്ടാക്കുന്നുള്ളതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കേട്ട അല്ലെങ്കിൽ ഇത് ഉൽപ്പന്നങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് മെയിനായിട്ട് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടത്. കാരണം വെൽനസ് പ്രൊഡക്റ്റാണ്. വെൽനസ് എന്ന് പറയുമ്പോൾ അറിയാലോ, അസുഖങ്ങൾ വരുന്നതിന് മുന്നേ അസുഖത്തിനെ പ്രതിരോധിക്കുന്ന രീതിയാണ് വെൽനസ് എന്ന് പറയുന്നത്. അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ അസുഖങ്ങൾക്ക് നമുക്ക് കൃത്യമായുള്ള റിസൾട്ട് കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിക്കുക. അടുത്തത് പറയുകയാണെങ്കിൽ സംസാരിക്കാം. നമ്മള് ഇവിടെ ഒരു വെൽനസ് ക്യാമ്പ് വെച്ചപ്പോൾ ഈ ഉൽപ്പന്നം മേടിച്ച് ഉപയോഗിക്കാനും അതുപോലെ തന്നെ മേടിച്ച് ഉപയോഗിച്ചതിന്റെ ഫലമായി നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാനും സഹായിച്ചു. അതിന് നമ്മുടെ ഈ ഉൽപ്പന്നത്തിനും നമ്മുടെ ഈ കമ്പനിയുടെ ഈ ഉൽപ്പന്നത്തിനും അതുപോലെ തന്നെ മേടിച്ച് ഉപയോഗിച്ച അഞ്ജന മേഡത്തിനും അത് നമുക്ക് റിസൾട്ട് തന്നത് സർവേ ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ